ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി അല്ലേ നമ്മളെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെ. അപ്പോൾ തണുപ്പെല്ലാം പിടിച്ചിട്ട് കുറേ ആയിട്ടാ സൈഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് ഇപ്പോഴാണ് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാനും എല്ലാം പറ്റിയത്. അപ്പോൾ ഇത് എൻ്റെ മോളുടെ ബർത്ത്ഡേൻ്റെ തലേ ദിവസത്തെ ഒരു ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്കുള്ള ചെറിയ കുറച്ച് ഷോപ്പിംഗ് എല്ലാം ഉണ്ടേനു. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ട് ഇത് ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. താങ്ക് യു. ഞാൻ എപ്പോൾ എവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും പോകാൻ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ആയിട്ട് ഇറങ്ങലുള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെ രണ്ടാളുള്ളതുകൊണ്ട് രണ്ടാളെയും കൂടി മാറ്റി ഒരുക്കി ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റായി പോയതാണ്. അതാണ് ഉച്ചയെല്ലാം കഴിഞ്ഞത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇറങ്ങുന്നതിന് മുന്നേ ഒരാൾ വേഗം ഇറങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മഞ്ഞിങ്കി വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറയുന്നില്ല. ഹാപ്പി മാഷാല്ലാ. വെൽക്കം. വേണ്ട ടു വേണ്ട അങ്ങ് വയ്യ പോക. ഉമ്മാമ ഇട്ടെ. ആ ഉമ്മാമാനെ കൂട്ടിട്ട്. ഉമ്മാമാനെ വേണ്ട, ബേബിന് വേണ്ട. ഉമ്മാമ ഇട്ട് വേണമെങ്കിൽ വാങ്ങിവാ. ഉമ്മാമാന്നിട്ട് വാ. അങ്ങനെ ഓള് 1 മണിക്കൂർ മുന്നേ പുറത്തുനിന്ന് ഇങ്ങനെ കുറേ നടന്ന് കളിച്ചിട്ടാ പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഇറങ്ങി തീരണ്ടായിരുന്നു അല്ലേ, എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഉച്ചയായില്ലേ, വെയിലത്ത് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പ അങ്ങനെ 2 ട്രിപ്പ് അടിച്ചിട്ട് നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തന്നിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ പോയാലാണ് നമുക്ക് ഓട്ടോ ആണെങ്കിലും ബസ്സാണെങ്കിലും കിട്ടുള്ളൂ കേട്ടോ. കുറച്ചൊരു 2-3 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തന്നെ ഓട്ടോ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ബസ് സ്റ്റോപ്പിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയത്. ബസ്സിൽ പിന്നെ രണ്ടാളെയും കൊണ്ട് കയറാൻ കഴിയില്ലല്ലോ. ബസ്സിലാണെങ്കിലും ഓട്ടോയിലാണെങ്കിലും നമുക്ക് പോകാൻ ഈസി തന്നെയാണ്. ബസ്സിലായാലും പോവാം, പക്ഷേ രണ്ടാളെയും കൊണ്ട് പോകാൻ പറ്റാത്തത് നമ്മൾ ഓട്ടോയിൽ പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മോൾക്ക് പാദസരം എടുക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ വെള്ളിൻ്റെ പാദസരമാണ് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ഒരു ജ്വല്ലറി കയറിയിട്ട് അവിടെ വെള്ളിക്കെല്ലാം ഭയങ്കര റേറ്റ് കേട്ടോ. 8000 സ്റ്റാർട്ടിങ് തന്നെ 8000 തന്നെ കണ്ടപ്പോൾ ഇത്രയും റേറ്റ് ഉണ്ടോ എന്ന് തോന്നിപ്പോയി. പിന്നെ വെള്ളി മാത്രം വിൽക്കുന്നൊരു ഷോപ്പ് ഉണ്ടാവില്ല. അങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ടോപ്പ് കോലാന്ന് തോന്നും കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ അവിടെ ചെറിയ റേറ്റിനെല്ലാം ഉണ്ട് പാദസരം. 1500 ആ ഒരു റേഞ്ചിനെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം മോക്ക് വാങ്ങിയ പാദസരത്തിന് ഏകദേശം 3000 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ആയിട്ടുണ്ടായത്. ഏതാ പാദസരം എടുത്തതെന്നെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറേ അധികം പാദസരമെല്ലാം ഇട്ട് നോക്കിയിട്ട് ഇതാ ഈ ഒരു പാദസരം കണ്ട. ഇതേനു പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് എടുക്കണം എന്ന്. പിന്നെ ഇട്ട് നോക്കിയപ്പോൾ എന്തോ ഭയങ്കര ബോറായിട്ട് തോന്നി കേട്ടോ. എന്തോ ഒരുപോലെ കാലിന് ചേരാത്ത പോലെ തോന്നി. കുറച്ച് അധികം ഹെവിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പാദസരം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണ് മൊത്തം പോയത് അവിടെ ഉള്ള ബ്രേസ്ലെറ്റും മാലയും അതിലേക്കെല്ലാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാദസരം നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കുറച്ച് നേരിയതായിട്ട് ഇടവിട്ടിട്ട് ഇങ്ങനെ കുറച്ച് മണി വരുന്നത്. പക്ഷെ ആ ഒരു സൈസിൽ എൻ്റെ മോളുടെ സൈസിൽ ആ ഒരു പാദസരം ഉണ്ടായിട്ടില്ല കേട്ടോ. മോളെക്കാളും കുറച്ച് ചെറിയ സൈസിനും ഭയങ്കര ഒരു ടൈറ്റ് ഫിറ്റായിട്ട് നിൽക്കുന്ന സൈസാണ് ഉണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് കറക്റ്റ് സൈസ് ആക്കി തരാമെന്ന്. പിന്നെ നമുക്ക് പിറ്റേന്നത്തേക്ക് തന്നെ വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഉള്ളത് തന്നെ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു കളക്ഷൻസ് എല്ലാം കണ്ട, ഇതെല്ലാം സ്വർണ്ണമല്ല വെള്ളിയാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. അത്രയധികം കളക്ഷൻസാണ്. അപ്പോൾ ഞാൻ ഇവിടെ പോയപ്പോൾ കേട്ടോ അറിഞ്ഞത് ഗോൾഡ് പൂശിയ സിൽവറെല്ലാം കിട്ടുമെന്ന്. അപ്പോൾ ഇതാ ഇങ്ങനെ കുറേ കളക്ഷൻസ് നോക്കിയിട്ടുണ്ടായിന്. ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. ഇപ്പോൾ നമ്മൾ ഫാൻസി ആണെങ്കിൽ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവെല്ലാം ചെയ്യല്ലോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ വെള്ളിയുമാണ് നമ്മൾ എടുക്കുന്നത്, നമുക്ക് നഷ്ടവും വരാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ പാദസരെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയിട്ടുണ്ടായത്
ഉമ്മ കുറേ ആയി കേട്ടോ നമുക്കൊരു അലമാര നോക്കണം എന്നെല്ലാം പറയുന്നത്. അങ്ങനെ ഓണം ഓഫറിൽ അലമാരയിലുണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ നമ്മൾ കയറിയടുത്തൊന്നും ഓഫറൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും ഭയങ്കര റേറ്റിലാന്ന് കണ്ടിട്ടുണ്ടായത്. പിന്നെ കയറിയ പോലെ തന്നെ അങ്ങ് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്, മോക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ ഫുള്ള് ഓണം കളക്ഷൻസിൽ കുറേ പാവാടയും ബ്ലൗസിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാവാടയും ബ്ലൗസിൻ്റെ മൊഞ്ച് കണ്ടിട്ട് അങ്ങനെ ഇട്ട് നോക്കിയതാണ്. പക്ഷെ ഭയങ്കര നേരിയ ക്ലോത്ത് ആയതുകൊണ്ട് ഇട്ടിട്ട് പാവാടയിൽ ഒരു വൃത്തി ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എന്തായാലും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മനസ്സും വന്നിട്ടില്ല, അങ്ങനെ അതെടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ കയറിയിട്ടുണ്ടായത് ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഈ വിശ്വശില്പീൻ്റെ ആ ഒരു ബോർഡിൻ്റെ അപ്പുറം കണ്ട ലെഗിൻസ് 100 ആ ഒരു ഷോപ്പ്. അതിന് ഷോപ്പിന് പേരൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞാൻ അധികം ഡ്രസ്സ് എടുക്കലുണ്ട്. അപ്പോൾ എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ചെറിയ റേറ്റിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഡ്രസ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചപ്പോൾ അതിൽ 2-3 കമൻസ് എല്ലാം കണ്ടിന് ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ ആ ഒരു ഷോപ്പ് കാണിച്ചത്. ആ ഷോപ്പിന് പേരൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അതാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായത്. പിന്നെ ഇതാ ഇതിൻ്റെ എല്ലാം ടാഗിൽ കണ്ട പ്രൈസ്. ഈ ഒരു ടാഗിൽ 100 രൂപ ആണെങ്കിൽ നമുക്കതൊരു 90 രൂപ അങ്ങനെയെല്ലാം കിട്ടും. അപ്പോൾ ആ ഒരു പ്രൈസിലാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. നമുക്ക് വില്ലാക്ക് പറ്റിയതും ആണുങ്ങൾക്ക് പറ്റിയതും പെണ്ണുങ്ങൾക്ക് പറ്റിയതും മൊത്തത്തിലുണ്ട് കേട്ടോ. ഡെയിലി വെയർ ആയാലും മൊത്തം അടിപൊളി കളക്ഷൻസ് തന്നെ പറയാം. നല്ല ഡ്രസ്സുണ്ട്. ഡെയിലി വെയർ ആയിട്ടെല്ലാം ഇടാൻ വേണ്ടി പറ്റിയ കുറേ ടോപ്പും ഷോർട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ അധികം ഇവിടെ നിന്ന് തന്നെയാണ് ഡെയിലി വെയർസ് എല്ലാം എടുക്കൽ. അങ്ങനെ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് ബേക്ക് സ്റ്റോറിയിലാണ്. നമ്മൾ പ്ലാസക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ബേക്ക് സ്റ്റോറി ടച്ച് ചെയ്യാണ്ട് പോകില്ല കേട്ടോ. അവിടുത്തെ കേക്കായാലും എന്തായാലും എന്തോ ഒരു ടേസ്റ്റാണ്. ജിലേബി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് ബേക്കറി എല്ലാം വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ കറങ്ങി തിരിയുന്ന സമയത്തൊന്നും മഴ പെയ്തിട്ടുണ്ടായില്ല. ഒന്നാമത് കുട്ടിനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് അന്നേരത്ത് മഴ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറിയപ്പോൾ മഴ പെയ്തത്. അപ്പോൾ ഇത്രയുള്ള ബായ്.